ഞാനിപ്പോൾ ഉള്ളത് ദോഹ കോർണിഷിലാണ്. നേരെ നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് ഞാനുള്ളത്. ദോഹ കോർണിഷിലൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ വന്നിട്ട് ഈ ഒരു പോർട്ടിൽ വരും. ആ ബോട്ടിൽ നിന്ന് നേരിട്ട് ഇറക്കിയിട്ട് ഇവിടെ നടത്തുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇവിടെ ഈ സമയത്ത് ആളുകളൊന്നുമില്ല. എന്തായാലും ഈവനിങ് ആകുമ്പോൾ ഇവിടെ വല്ലാത്തൊരു തിരക്കാണ്. കാരണം ഫ്രഷ് മീൻ വാങ്ങാനായിട്ട് ആളുകൾ വരും. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഒരു തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ്, ഇതിനടിയിൽ കടലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ദോഹയിലെ പ്രശസ്തമായ പഴയകാല ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് ഇവിടെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോട്ടുകളൊക്കെ, സ്പീഡ് ബോട്ടുകളൊക്കെ കടലിലേക്ക് ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷ് മാർക്കറ്റ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ വന്ന് കാണും. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഫിഷിംഗ് ബോട്ടുകൾ എടുക്കുന്ന ഒരു മറീനയുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഈ ഒരു പാലത്തിലൂടെ നമുക്ക് പോയി നോക്കാം. എന്തായാലും അങ്ങോട്ട് നടന്നിട്ട് കുറേ കാഴ്ചകൾ കാണാം. വാട്ടർ ബൈക്ക് കൊണ്ട് കളിക്കുന്ന ഒരുപാട് നേറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണാം ഇവിടെ. എന്തായാലും ഈ ഒരു പാലത്തിലൂടെ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. അവിടെ അടിപൊളി കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന, ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചൂണ്ടയിടാം. എന്തായാലും കുറച്ചൊക്കെ പോയി നോക്കാം. ഇത് കണ്ടോ, ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടുകളും വാട്ടർ ബൈക്കുകളൊക്കെ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ കുറേ ദൂരം നടക്കാം. വാട്ടർ ബൈക്ക് കൊണ്ട് ഉല്ലസിച്ച് നടക്കുന്ന ആളുകളാണ്. എന്ത് ഭംഗിയാണല്ലേ, നോക്കൂ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അങ്ങേറ്റം വരെ പോകണ്ടേ? അപ്പോൾ പോയിട്ട് കാണിച്ചു തരാം. ഈ ബ്രിഡ്ജ് യഥാർത്ഥത്തിൽ ഫ്ലോട്ടിങ് തന്നെയാണ്. നമുക്ക് ഈ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. ഈ ഒരു തൂണിലേക്ക് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പാലത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാലും മനസ്സിലാവും ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. ഈ ഫിഷിംഗ് ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെടുകയുണ്ടായിട്ടോ. ഭൂരിഭാഗം പേരും മലയാളികളും ശ്രീലങ്കക്കാരും ഒക്കെയാണ്. എന്തായാലും ഇതുപോലൊരു സ്ഥലം ദോഹയിലുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നോ? സ്പീഡ് ബോട്ടുകളും വാട്ടർ ബൈക്കുകളും എല്ലാം നന്നായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കുകയാണ് അവർ. അങ്ങനെ ഇവിടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻഡ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ചത്തുരം പോലെയുണ്ട്. ഇവിടെ നൈറ്റിലായി കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എക്സാക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആ കാണുന്നതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. അവിടെ 974 സ്റ്റേഡിയം കാണാം. അതുപോലെ കോർണിഷ് ഏരിയയാണ്. ഈ കോർണിഷിൽ നിന്ന് ഖത്തർ നാഷണൽ മ്യൂസിയം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു എക്സിറ്റ് എടുത്ത് ഈ കാണുന്ന ഫിഷ് മാർക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കയറിയാൽ മതി. വെറും ഈസി ആയിട്ട് നമുക്കിവിടെ വന്ന് ചേരാം. ഈവനിങ്ങിൽ വരുന്നതായിരിക്കും ഏറ്റവും അടിപൊളി. ഇവിടെ ഒരു വല്ലാത്തൊരു ഹാപ്പനിങ് പ്ലേസാണ്. അപ്പോൾ ബൈ. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.